എല്ലാവർക്കും നമസ്കാരം. വിഷ്ണുമായ ടീച്ചറാണ്. അപ്പോ അടിസ്ഥാന പാഠാവലി നമ്മൾ അടിപൊളിയായിട്ട് തകർത്ത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കേരള പാഠാവലിയാണ്. ഇനി വരാനിരിക്കുന്നത് കേരള പാഠാവലിയുടെ പരീക്ഷയുമാണ് അല്ലേ. അപ്പോ കേരള പാഠാവലിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ മനോഹരമായ കഥാഭാഗം അല്ലെ. മാധവിക്കുട്ടി എന്ന് പറയുന്നത് മലയാള സാഹിത്യ ലോകത്തെ അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് അല്ലെ. മാധവിക്കുട്ടിയുടെ കഥകൾ വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അത്രമേൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ അല്ലെ ഒരു സാഹിത്യ ലോകത്ത് അത്രയേറെ സംഭാവനകൾ നടത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഒരുപാട് കഥകൾ, നോവലുകൾ അല്ലെ. നഷ്ടപ്പെട്ട നീലാംബരി, ബാല്യകാല സ്മരണകൾ, ചന്ദനമരങ്ങൾ, മനോമി, എൻ്റെ കഥ, തണുപ്പ്, മാനസി അല്ലെ. അങ്ങനെ ഒരുപാട് കൃതികൾ ആരെഴുതിയിട്ടുണ്ട്? നമ്മളുടെ മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്താണ് ആര് ജനിക്കുന്നത്? നമ്മളുടെ മാധവിക്കുട്ടി. കമലാസുര എന്ന മറ്റൊരു പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? മാധവിക്കുട്ടി അറിയപ്പെടുന്നുണ്ട് അല്ലെ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ പ്രശസ്തയാണ് അല്ലെ. മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്വപ്നം കാണുന്ന ഭാഷയിൽ എഴുതുമ്പോഴാണ് അല്ലെ, മലയാളത്തിൽ എഴുതുമ്പോഴാണ് കുറെ കൂടെ എന്ത് ചെയ്യുന്നത്, എനിക്ക് എഴുതാൻ സാധിക്കുന്നത് എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ തുറന്ന രീതിയിൽ വളരെ സ്ത്രീപക്ഷപരമായ രീതിയിലൊക്കെ മലയാളത്തിൽ ആദ്യമായി തൻ്റെതായ ഒരു വേറിട്ട ശബ്ദം കൊണ്ടുവന്നിട്ടുള്ള എഴുത്തുകാരി കൂടിയാണ് ആര്? നമ്മളുടെ മാധവിക്കുട്ടി എന്ന് പറയുന്നത് അല്ലെ. മാധവിക്കുട്ടിയുടെ വളരെ മനോഹരമായ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന് പറയുന്നത്. ചകലാസിലെ 3 കഥാപാത്രങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണ്. എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് അമ്മ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ. അമ്മ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു അമ്മയാണ്? മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് അല്ലെ. ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. മകനെ കുറിച്ച് ഓർത്ത് എപ്പോഴും ആ അവസ്ഥയിൽ പോലും അഭിമാനം സൂക്ഷിക്കുന്ന ഒരാളാണ്. മകനോടുള്ള വിശ്വാസം സൂക്ഷിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അത്രയേറെ വൃദ്ധയായ സമയത്ത് എന്ത് ചെയ്യാണ്? മകനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അമ്മയാണ് അല്ലെ. അപ്പോൾ അമ്മയുടെ നല്ല കാലത്തൊക്കെ ആർക്ക് വേണ്ടി ജീവിച്ചതാണ്? ഈ മകന് വേണ്ടി ജീവിച്ചതാണ്. പക്ഷെ ജോലിയാവുന്നു, കുടുംബമാവുന്നു, പണമാവുന്നു അല്ലെ, പേരുണ്ടാവുന്നു. അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യാണ്? മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കഥാഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുന്ന അല്ലെ, മകന്റെ ഓർമ്മകളിൽ ഓർമ്മ പോലും നഷ്ടപ്പെട്ടിട്ട് മകന്റെ ഓർമ്മകൾ അല്ലെ ചേർത്ത് വെക്കപ്പെടുന്ന ഒരു അമ്മയാണ് നമ്മളുടെ കഥയിൽ നമ്മൾ കാണുന്നത്. പാഠഭാഗത്തിന്റെ തലക്കെട്ട് പോലും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അത് ടീച്ചർ ലൈവില് പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ ഗോപി, അടുത്തത് ഗോപി എന്ന കഥാപാത്രമാണ്. സ്വാർത്ഥനാണ് അല്ലെ. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥനായ ഒരു കഥാപാത്രമാണ് ഗോപി. അമ്മയോടുള്ള സ്നേഹരാഹിത്യം അല്ലെ, സ്നേഹമില്ലായ്മ എന്ത് ചെയ്യാൻ സാധിക്കും? കഥയിലുടനീളം നമുക്ക് കാണാം. അമ്മയെപ്പോലും എന്ത് ചെയ്യുന്നു? പറ്റിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ. തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് കാണാം. അമ്മയുടെ സ്വത്തിന് മാത്രം അല്ലെ, പണത്തിന് മാത്രം മൂല്യം നൽകുന്ന ഒരു മകനാണ്. അമ്മയെ സംരക്ഷിക്കുന്നതെന്ന് എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു മാറുന്നത് കാണാൻ അല്ലെ. ഈ അമ്മയെ ആരുടെ തലയിൽ വെച്ചു കൊടുക്കാണ്? പെങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ ഒരു ബാധ്യതയായിട്ട് വെച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ബന്ധങ്ങൾ മറക്കുന്ന പുതിയ കാലത്തിന്റെ അല്ലെ, ആധുനിക കാലത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ആരെ കാണാടാ? നമ്മളുടെ ഗോപി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് കാണാം കേട്ടോ. ഇനി കമല എന്ന് പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അമ്മയുടെ മകളാണ് അല്ലെ, ഗോപിയുടെ സഹോദരിയാണ്. വിധവയായിട്ടുള്ള സ്ത്രീയാണ്. അമ്മയോടുള്ള അതിരറ്റ സ്നേഹം നമുക്ക് കഥയിലുടനീളം അല്ലെ നമുക്ക് കാണാൻ സാധിക്കും. വൃദ്ധയായ അമ്മയുടെ സംരക്ഷണം എന്ത് ചെയ്യാണ്? അത് ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയാണ് അല്ലെ. അമ്മയുടെ ഓർമ്മക്കുറവാണ് കമല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഗോപിയുടെ കത്തുകൾ ദിവസവും വരാറുണ്ടെന്ന് അമ്മയെ സമാധാനിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? കളവ് പറയുന്നു അല്ലെ. കാരണം അമ്മ അത് അല്ലെ സങ്കടത്തോടെ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി എന്ത് ചെയ്യാറുണ്ട്? ഗോപി കത്തയക്കാറുണ്ട്, വിവരങ്ങൾ പറയാറുണ്ട് എന്നൊക്കെ പറയുന്നു. ഗോപിയോട് പ്രതിഷേധവും പരിഭവവും ഇഷ്ടക്കേടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയെ നോക്കാത്തതിലുള്ള എല്ലാ നീരസങ്ങളും ആര് പ്രകടിപ്പിക്കുന്നുണ്ട്? കമല പ്രകടിപ്പിക്കുന്നുണ്ട്. ഗോപിയുടെ അമ്മയോടുള്ള പെരുമാറ്റത്തിൽ അങ്ങേയറ്റം അല്ലെ പരിഹാസം കലർന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും നമുക്ക് കാണാം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മളുടെ കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന പാഠഭാഗത്തിലുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലൈവിൽ നമുക്ക് സെറ്റ് ആക്കണം.